പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിയേ, വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ എല്ലാ നന്മകളും മധ്യസ്ഥവും ഇന്നേ ദിനത്തില് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിത നിയോഗങ്ങളിലെ കണ്ണുനീരിൽ, സങ്കടങ്ങളിൽ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അല്ല ആരാ ഈ ജോൺ മരിയ വിയാനി പുണ്യവാളൻ എന്ന് നിങ്ങൾ ചോദിക്കില്ലല്ലോ. അതായത് വൈദികരുടെ മധ്യസ്ഥനാണ്. ഫ്രാൻസിലെ ആർസ് എന്ന കുത്തഴിഞ്ഞ ഒരു ഗ്രാമത്തെ ശരിക്ക് കർത്താവിന്റെ വചനമാകുന്ന വാളുപയോഗിച്ച് ജീവിത വിശുദ്ധി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പരിത്യാഗം കൊണ്ട് വിശുദ്ധീകരിച്ച ഒരു വലിയ ഇടയനാണ് ജോൺ മരിയ വിയാനി പുണ്യവാളൻ. അപ്പൊ ഇന്നേ ദിവസം നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ജപമാല ചൊല്ലി കാഴ്ചവെക്കണം. ഏതൊക്കെ വൈദികർക്ക് വേണ്ടിയാ? ഒന്ന്, നിങ്ങളുടെ വികാരിയച്ഛൻ. 2, നിങ്ങളുടെ മാമോദീസ മുഖ്യ വൈദികര്, നിങ്ങളുടെ വിവാഹം നടത്തിയവര്. അതുപോലെ എന്നെ സംബന്ധിച്ച് എനിക്ക് പൗരോഹിത്യം നൽകിയത് ജേക്കബ് തുങ്കുഴി പിതാവാണ്, പിതാവ്. അങ്ങനെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മൃതസംസ്കാര ശുശ്രൂഷ, നമ്മുടെ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട വീട് കൂദാശയ്ക്ക് വന്ന അച്ഛന്മാര്, അവരൊക്കെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് കഴിഞ്ഞ ദിവസം വലിയൊരു അനുഭവം ഉണ്ടായ സഹോദരങ്ങൾ. ഒരു കൊച്ച്, ആ കൊച്ചിന് ഞാൻ പണ്ട് ഇപ്പോൾ മാമോദീസ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കൊച്ചു എനിക്കൊരു ലെറ്റർ എഴുതിയേക്കണു. അച്ഛാ, ഇത് കിട്ടുമ്പോൾ ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ തിരുനാൾ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ കൊച്ചു ലെറ്റർ ഞാൻ തിരിച്ചു വിളിച്ചു. ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവനെ തിരിച്ചു വിളിച്ചു. ഞാൻ എന്നിട്ട് മോനെ ധാരം തന്നെ പഠിപ്പിച്ചു. കാരണം കത്തെഴുതുക, നമ്മൾ സാധാരണ ഒരു ഫോൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് വിടും, കത്തെഴുതുക സഹോദരങ്ങളെ. എനിക്കൊരു കത്ത്, ഞാൻ അച്ഛനാണ് എന്നെ മാമോദീസ മുക്കിയെന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സിലോ മറ്റോ അവൻ പഠിക്കണത്, അവൻ ലെറ്റർ എഴുതിയേക്കാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ അച്ഛന്മാരായിട്ട് ഒരു സ്നേഹവും കൂട്ടായ്മയും. ഞാൻ കണ്ടൊരു കാര്യം, പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക്, ചുമ്മാ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അങ്ങനെയല്ല, ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് ഒരു വൈദികനെ കണ്ട് ആ വ്യക്തിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വലിയ കൃപ വർഷിക്കും. ഞാൻ പറയുന്നത് ഹായ് പോടാ ബന്ധം അതല്ല ഞാൻ പറയണത് കേട്ടോ, അങ്ങനത്തെ അല്ല. ഇത് ശരി, ഒരു പുരോഹിതനായി കണ്ട് ആ വ്യക്തിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ വലിയൊരു അഭിഷേകം, അതിലൂടെ ഒരു ചാലാണ്, അനുഗ്രഹത്തിന്റെ ഒരു ചാല് ആ കുടുംബത്തിലേക്ക് പ്രവഹിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ എന്തിനാ പറയണത് മനസ്സിലായോ? ഇന്ന് അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകമായി ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനമാണ്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:23. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പ്രിയ സഹോദരങ്ങൾ, ഒരു പുരോഹിതന്റെ ഏറ്റവും പരിശുദ്ധ കുർബാന അർപ്പണം കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ശരിക്ക് പാപമോചനത്തിന്റെ ഒരു കൃപ എന്നുള്ളത്. ഇന്ന് അനേകം കുടുംബങ്ങൾ, അച്ഛനറിയാം സഹോദരങ്ങളെ, അച്ഛൻ്റെ അടുക്കിലേക്ക് എത്രയോ മക്കള് ശരിക്കും തകർന്ന കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, അത് ക്രൈസ്തവരാണെങ്കിൽ മക്കളെ നല്ലൊരു കുമ്പസാരം നടത്താൻ പറയാറുണ്ട്. അത്ഭുതം എന്താണെന്ന് അറിയാം സഹോദരങ്ങളെ, ആരൊക്കെ ഒരു നല്ല കുമ്പസാരം നടത്താനായിട്ട് ദൈവം അനുവദിച്ചുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രകടമായ വിധത്തിലെ കെട്ടുകൾ അഴിയുന്നത് ഒരു 80% കെട്ടുകൾ അപ്പം തന്നെ അഴിയും. നല്ല കുമ്പസാരത്തിൽ ഒരു 80% കെട്ടുകൾ അപ്പം തന്നെ അഴിയും. ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ കണ്ണുനീരിന്റെയും തടസ്സങ്ങളും അതുപോലെ തന്നെ പ്രതിബന്ധങ്ങൾക്ക് ഒരു പ്രധാന കാരണം പ്രിയ സഹോദരങ്ങളെ, ഈ കുമ്പസാരം എന്ന കൂദാശയെ വേണ്ട വിധത്തിൽ, സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് തീരുമാനമെടുക്കണം. ഈ ആഴ്ചയിൽ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു കുമ്പസാരം അച്ഛൻ്റെ ഇടവകയിൽ കീഴ്പ്പള്ളിക്കരയിൽ ഞങ്ങൾ ആദ്യത്തെ ഞായറാഴ്ച ഈവനിങ്ങിൽ കുമ്പസാരം, ഇന്ന് കുമ്പസാര ദിവസമാണ്, ഒരു 5:30 തുടങ്ങി കുമ്പസാരമാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഏതെങ്കിലും ഒരു മാസത്തിലല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അച്ഛൻ്റെ ഇടവകയിൽ ഒരു മാസത്തിൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരു 2 ആഴ്ചക്ക് കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അത് ചുമ്മാ കുമ്പസാരമല്ല, സ്വർഗം എൻ്റെ കുമ്പസാരത്തിൽ സംപ്രീതനാകണം. ലേവ്യരുടെ പുസ്തകത്തിൽ വചനം പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യരാകത്തക്കവിധം അർപ്പിക്കും. ചുമ്മാ അർപ്പിക്കാനല്ല പറയുന്നത്, അത് സ്വീകരിക്കപ്പെടണം. നിന്റെ കുമ്പസാരം ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടണം. അത്തരത്തിലുള്ള ഒരുക്കത്തോടു കൂടി ഈ കുദാശ സ്വീകരിക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഓ ദൈവമേ, ഇത് കാണുന്ന ഓരോ മക്കളുടെ മേലും ആത്മാവിനെ വർഷിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.